അപ്പോൾ ഇതിട്ട് കൊടുക്കട്ടെ കേട്ടോ. അയ്യോ അയ്യോ 10 പവൻ മറ്റേ പൊൺകുട്ടിയുടെ താറാവില് പറയണത്. കണ്ണാടല്ലോ മഞ്ഞളിപ്പിക്കും നമ്മുടെ കണ്ണുകളെ. നല്ല ഡിസ്കൗണ്ട് തരും. അതെ, നല്ല ഡിസ്കൗണ്ട് കൊടുക്കില്ലേ? നാളെ ഞങ്ങളുടെ 21ാമത്തെ വിവാഹ വാർഷിക ദിനമാണ്. 3.5 ലക്ഷം രൂപ കരുത്തിലിട്ടിട്ടാണ് സരിത നിൽക്കുന്നത് കേട്ടോ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നാളെ ഞങ്ങളുടെ 21ാമത്തെ വിവാഹ വാർഷിക ദിനമാണ് നാളെ. അപ്പോൾ എല്ലാ വിവാഹ വാർഷികത്തിലും ഭാര്യമാർ സാധാരണ ഇപ്പോഴൊക്കെ സമ്മാനം കൊടുക്കാറുണ്ടല്ലേ? ഭാര്യമാര് സമ്മാനം കൊടുക്കും, ഭാര്യമാർക്ക് ഭർത്താവ് സമ്മാനം കൊടുക്കും. ഞാൻ തെറ്റി കാലം കൂടെ കഴിഞ്ഞേന് ഉള്ള ഒരു ഇതായിട്ടല്ലേ. കാരണം ചില ഭാര്യമാര് നേരത്തെ ആവശ്യപ്പെടും. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്നത് ചേട്ടൻ എനിക്കാണ് തന്നെ 3.5 ലക്ഷം രൂപ വില വരുന്ന ഒരു ഡയമണ്ട് നെക്ലസ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് സരിതയ്ക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ പോവാണെന്ന്. അതിനല്ല വന്നത്. സരിതേരെ മൂക്കുത്തിണ്ട് കേട്ടാ. എന്റെ മൂക്കുത്തിരേ കടഭാഗല്ലേ പറയാ, എന്താ പറയാ, ശങ്കീരി. ഇതിന്റെ ഭാഗല്ലേ ഇത് കറുപ്പ് കളർ കാണുന്നുണ്ടോന്ന് അറിയില്ല. എൻ്റെ അടുത്ത് രാഗിയാണ് ഒരു ദിവസം പറഞ്ഞ. അപ്പൊ അത് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വന്നപ്പോ ഇവരോട് ഞാൻ പറഞ്ഞു ഇത് കറുത്തിരിക്കുന്നുണ്ടെന്ന്. അപ്പൊ ഇവര് പറഞ്ഞു മര്യാദക്ക് കഴുകാണ്ടാന്ന്. എൻ്റെ അടുത്ത് ഊരി ഷാമ്പു ഒക്കെ ഇട്ട് കഴുകാൻ പറഞ്ഞു. അപ്പൊ ഞാനിത് കഴുകാറുണ്ട് ഊരിയിട്ട്. അത് ഞാൻ ഇപ്പൊ ഷാമ്പു ഇട്ടിട്ട് കഴുകാണ്ടാണാവോ വെച്ചിട്ട് ഷാമ്പു ഇട്ടിട്ടൊക്കെ കഴുകി. പക്ഷെ രക്ഷയില്ല. അപ്പൊ കറുപ്പ് കളറൊന്നും എടുത്ത് തെളിഞ്ഞു ഷാമ്പു ഇട്ട് കഴുകിയപ്പോ. എനിക്ക് പിന്നെ ഇത് മാത്രല്ല അല്ല അത് പറയട്ടെ. അപ്പൊ നമ്മള് വന്നത് ഈ നെക്ലസ് വാങ്ങിച്ചു കൊടുക്കാനല്ല. ഈ മൂക്കുത്തിയില്ലേ ഇതിന്റെ കുറ്റി അടിയിലത്തൊന്ന് ലൂസായത് മാറ്റാൻ തന്നെ വന്നോളൂ. ഇടയ്ക്കിടയ്ക്ക് ലൂസായിട്ട് ഇതിങ്ങനെ പൊന്തി വരും. എൻ്റെ ഭാഗ്യത്തിനാണ് ഇതുവരെ അതിൻ്റെ പിരി ശ്വാസകോശത്തിൽ പോകാഞ്ഞത്. അപ്പോൾ 2 ദിവസം മുന്നാണ് നമ്മളൊരു വാർത്തയിൽ കണ്ടു. 15 കൊല്ലമായിട്ടല്ലേ ചേട്ടൻ കാണിച്ചത് വാർത്ത? അതായത് അമൃത ഹോസ്പിറ്റലില് ഒരാളുടെ ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശത്തിൽ നിന്ന് സ്ഥിരം ശ്വാസം മുട്ടായിട്ട് വന്നതാണ്. 15 കൊല്ലമായിട്ട് ഈ മൂക്കുത്തിരിയില്ലേ, ശങ്കീരി പിരി കിടക്കാന്ന്. അതിപ്പോ ഒരു വീട് പോയി താഞ്ചത് കൊറേ തപ്പിത്രേ. പക്ഷെ ശരിക്കും സാധനം ശ്വാസകോശത്തിലേക്ക് പോയിണ്ടായിരുന്നു. ആസ്മര കുറെ മരുന്ന് കഴിച്ചു പോയിണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു വാർത്ത കണ്ടോടുകൂടിയിട്ട് ഞാൻ സരിതോട് പറഞ്ഞു ഇത് വേഗം മാറ്റിക്കോ, അല്ലെങ്കിൽ നിനക്കും ഇങ്ങനത്തെ കുഴപ്പം വരുന്നു പറഞ്ഞിട്ട് ഇത് ഊരിപ്പിക്കാൻ. അപ്പൊ ആ സമയത്ത് തന്നെയാണ് നമ്മൾ വിവാഹ വാർഷികം വരുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് അധികമൊന്നും പ്രതീക്ഷിക്കരുത്. എന്റെ പോക്കറ്റിൽ 335 രൂപ 50 പൈസയുള്ളൂ. 3.5 ലക്ഷം രൂപയുടെ നെക്ലസ് പിടിച്ച് നിക്കണേ. അപ്പൊ ഇത് മാറ്റാനാണ്. അപ്പൊ നമ്മുടെ വന്നോണ്ട് SRK ഗോൾഡിലേക്കാണ് വന്നത്. നമ്മുടെ നമ്മൾ അന്ന് കണ്ട പോലെ അല്ലാത്ത ഷോപ്പ്. മുന്നേ നമ്മൾ വരുമ്പോ ഷോപ്പ് ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഓഫീസ് റൂമായിരുന്നു. ഇടയിലുണ്ടായിരുന്ന ചുമര് കളഞ്ഞിട്ട് അത് ഓഫീസ് ഇങ്ങോട്ട് ചേർത്ത് ഓഫീസ് മുകളിലേക്ക് മാറ്റി. എന്നിട്ട് ഇത് ഡയമണ്ട് സെക്ഷൻ ആക്കി. ഇവിടെ വളകള് അങ്ങനെയൊക്കെയുള്ളതാക്കി വിപുലീകരണം നടത്തി. നല്ല വലിപ്പം കൂട്ടി, സൗകര്യം കൂട്ടി, സ്റ്റോക്ക് കൂട്ടി, എല്ലാം കൂട്ടി. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ചേട്ടൻ പറഞ്ഞു മൂക്കുത്തി എടുത്തരാന്ന്. അപ്പൊ എന്റെ മാല പൊട്ടിയിരിക്കുന്നത് അത് മാറ്റി തരാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അത് തൽക്കാലം അവിടെ ഇരുന്നോട്ടെ, അത് മാറ്റി തരുന്നില്ല എന്ന് പറഞ്ഞു. ഈ നെക്ലസ് സരിതയ്ക്ക് വെച്ചു കൊടുക്കണം കേട്ടാ. 3.5 ലക്ഷം രൂപ കരുത്തിലിട്ടിട്ടാണ് സരിത നിൽക്കുന്നത് കേട്ടാ. ഭയങ്കര മനോഹരമാണ്. എത്ര വൃത്തികെട്ട കഴുത്തും ഗംഭീരമായി മാറും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്റെ വൃത്തികെട്ട കഴുത്താന്നല്ലേ? മനസ്സിലായി. വൃത്തികെട്ട കഴുത്തിൽ വെച്ച് 21 ഗ്രാമാണ്. അല്ല 21 ഗ്രാമാണ്. 21 ഗ്രാമാണ് കേട്ടത്. 3.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇത് കിട്ടുന്നു. 3.5 ലക്ഷത്തിൽ താഴെ വരുള്ളൂ. കമ്മലിന്റെ ഒപ്പം ഉണ്ടാ ഒരു വീഡിയോ എടുക്കാലോ. മനോഹരമാണ് ഈ നെക്ലസ്. ഇത് മതി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട്. എനിക്ക് ഡയമണ്ട് വേണ്ട, ഇത് മതി. ഇതിലുറപ്പിച്ചു ഇത് ഞാൻ ഇടണ ഇത് നഗാസാണോ? നഗാസിന്റെ പുതിയ മോഡൽ ഇവിടെ ചെയ്തതാ. ഇത് എത്ര ഗ്രാമാ? 10 പവൻ. 10 പവൻ.
മറ്റേ പൊന്മുട്ടിയുടെ താറാവില് പറയണ 10 പവന്റെ പൊന്മുട്ടിയുടെ താറാവ് സിനിമയില്ലേ അത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ അറിയാൻ 10 പവൻ ഉണ്ടാവില്ലേ അത് 10 പവൻ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? കാശുമാലല്ലേ? അതങ്ങനെ ഇതൊന്ന് ഇതാക്കിട്ടെ കിട്ടാ കഴിഞ്ഞോ? 10 പവന്റെ മാലയാണ് നഗാസ്. നഗാസിന്റെ നമ്മള് ഒരു വീഡിയോ ചെയ്തിരുന്നതിന്റെ തന്നെ, അതിന്റെ തന്നെ ഡിസൈനുകള് നഗാസിന്റെ തന്നെ കാണണം എന്നുള്ളവര് ആ വീഡിയോ കണ്ടാൽ മതി. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ തരാം. ഇതിപ്പോ ഇവിടത്തെ പരിസരത്ത് തന്നെ ഈ എന്താ പറയാ പണിതിട്ടുള്ളതാണ്. ഞാനിത് ഊരാൻ പോയത് സത്യമായിട്ട് നിർബന്ധം. ഞാനിത് ഇട്ടിട്ട് കണ്ണാടയിലും നോക്കാൻ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എടുക്കണില്ലെങ്കിൽ കുറെ സ്വർണ്ണം ഇടുകയെങ്കിലും ചെയ്യാലോ. എത്ര ലക്ഷം രൂപ മുതലല്ലേ? 5.5 ലക്ഷം രൂപയുടെ സാധനമാണ് കഴിക്കുന്നത്. കല്ല് വെച്ചത് നല്ല മനോഹരമുണ്ട്. ഇതിപ്പോ ഞാനൊന്ന് മൂക്കുത്തി എടുക്കട്ടെന്ന് സരിത മൂക്കുത്തിയിടാൻ നോക്കുമ്പോഴേക്കും സത്യേട്ടൻ മൂക്കുത്തി ഇട്ടിട്ട് മതി വീഡിയോ. ഞാൻ അടുത്തത് എടുക്കാതെ കൂട്ടിട്ട് ആള് ഓരോ മോഡലുകളെ ഇവിടെ ഇപ്പൊ സ്പെഷ്യൽ ആയിട്ടുള്ള മോഡലുകൾ ഓരോന്ന് പണിയുന്നത് കണ്ണാടയിൽ നോക്കൂ എന്ന് പറയാം. നമ്മളിവിടെ പണിയുന്നത് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇതുകൊണ്ട് കാണുന്ന നേരത്തെ കഴുത്ത് കൂടുതലുള്ള ഡ്രസ് വേണം. നെക്ലസുകൾ നോക്കണേലും മുന്നേ അത് ഞാനൊരു മൂക്കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. മൂക്ക് ഇങ്ങനെ മൂക്കുത്തി ഇല്ലാണ്ടൊരു സുഖമില്ല. നവരത്നക്കല്ലിന്റെ മൂക്കുത്തി എനിക്ക് ഞാൻ വാങ്ങിക്കണില്ല, കാണിച്ചോളൂ മാത്രം. അപ്പൊ ഞാൻ മൂക്കുത്തി ഇട്ടുട്ടാ. എന്റെ ഉണ്ടായിരുന്ന മൂക്കുത്തിയില്ലേ അതിന്റെ അതേ വലിപ്പത്തിൽ തന്നെ. ഇവിടെ 3 കല്ലുള്ളത് 5 കല്ലുള്ളത് അങ്ങനത്തെ വലിപ്പമുള്ളതൊക്കെ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ വർക്ക് തുടരാം. അവര് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് അവര് പോയി. ഞങ്ങളോട് ഇവിടെ എന്തിട്ട് എല്ലാവരും കാണിച്ചോളാൻ പറഞ്ഞു. ഇത് നക്ഷത്രങ്ങളാണ്. കഴുത്തിൽ നിറയും നക്ഷത്രങ്ങൾ നിറയും. ഇത് പൂട്ടണില്ല കേട്ടാ. എന്താ നക്ഷത്രങ്ങൾ എനിക്ക് കണ്ണാടയിലാണ്. എനിക്ക് നല്ല ഇഷ്ടം. നേരത്തെ വെച്ച് നോക്കിയാൽ അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട ഭയങ്കര ഭംഗിയാണ്. ഒരു മിനിറ്റ്, ഞാൻ പിന്നീട് നടക്കണ്ടതാ ഞാൻ അല്ല വെറുതെ എന്താ മനോഹാരിത. നല്ല ഭംഗിയുണ്ട്. ഇതും കഴുത്തിൽ കിടക്കുന്ന കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും. കയ്യിലേക്ക് എടുത്ത് കാണിക്കട്ടല്ലോ. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഇഷ്ടമായത് ഇതാ. രണ്ടും തമ്മിലുള്ള മത്സരം. ഏതാ ഭംഗി? ഇതല്ല ഭംഗി. അപ്പൊ ഡയമണ്ട് നെക്ലസുകൾ കുറച്ച് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇനിയും ഉണ്ട് കേട്ടോ വേറെ മോഡലുകൾ. പിന്നെ ഇതിന്റെ കമ്മലുകൾ, വള, മൂക്കുത്തി അതൊക്കെ ഡയമണ്ടിന്റെ ഉണ്ട്. പിന്നെ ഇനി ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ ഡയമണ്ടിന്റെ അല്ലാണ്ടുള്ള സാധാരണ നെക്ലസുകൾ 13 ഗ്രാമുള്ളോട്ടത് ഇങ്ങനെ വരും. വെറും 13 ഗ്രാമുള്ളോട്ടാ. ഡയമണ്ട് അല്ല, കല്ലുകളും ഇല്ല ഇതുമേ മറ്റേ റോഡിയം കോട്ടിംഗ് ആണ് വരുന്നത്. കല്ലാണെന്ന് തോന്നും നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ, പക്ഷെ കല്ലൊന്നും ഇല്ല. ഡയമണ്ട് പോലെ തോന്നും, ഡയമണ്ട് നെക്ലസ് പോലെ തോന്നും. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടത്. വേറെ മോഡൽ അതിലും കമ്മലുണ്ട്. ഇതിന്റെ ഏതാ വെച്ച് നോക്കണ്ടേ? ഇത് നോക്കിയത് പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത ഒരു ബെൽറ്റ് പോലെ. അതെ, നല്ല രസമുണ്ട് കാണാൻ. നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. കസവുമാലന്റെ പേര് കസവുമാല എന്ന് പറയുന്നതിന് നല്ല ഭംഗിയുണ്ട് കാണാൻ. സിമ്പിൾ ആയിട്ടുള്ള സാധനല്ലേ? പട്ടുപാവാടയ്ക്ക് ഇടുമ്പോ നല്ല ഭംഗിയുണ്ടാവും. 2 പവനാണ് ഇട്ടത്, 16 ഗ്രാം. ഞാൻ ഡിസ്പ്ലേയിലുള്ളത് നോക്കണം. എൻ്റെ ഇടയിൽ അവരിങ്ങനെ ഓരോന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് തരാം കൊതിപ്പിക്കാൻ വേണ്ടിട്ട്. ഇതിന്റെ ഒരു ഭംഗി നോക്കിയേ ആണ്. ഞാൻ കഴുത്തിൽ വെച്ച് കാണിച്ചു തരാം. വേണ്ട അല്ലേ? സത്യേട്ടൻ പറയുന്നത് കഴുത്തിൽ വെക്കാൻ. ഇതുവരെ വെച്ച് നോക്കിയ മാലകളിൽ ഏറ്റവും ഭംഗി മാലയാന്ന് തോന്നുന്നു. കഴുത്തിന് ഇത്തിരി വീതി വേണം. ഈ ഡ്രസ് പറ്റില്ല. ഞാൻ ആലോചിച്ചില്ല ഈ ഡ്രസ് ഇട്ടിട്ട്. ഇത് നഗാസിന്റെ എമറാൾഡ് എന്ന് പറഞ്ഞാൽ മരതകം അല്ലേ? പച്ച കല്ല്, മരതക പച്ച. അത് കഴുത്തിൽ വെച്ചാൽ വേറെ ഭംഗിയായിരിക്കും. കാരണം പച്ച കളറിൽ വെച്ചിട്ടില്ലല്ലോ. ചേട്ടൻ പൂട്ടിത്തരാൻ വായി. അങ്ങോട്ട് നടക്കാം. എല്ലാം ഒന്നിലൊന്നും മെച്ചം. പക്ഷെ ഈ
ഇച്ചിരി മുകളിൽ ആക്കണം കേട്ടോ. ഇത് അത്ര മാക്സിമം ആയി. പിന്നെ പിന്നിട്ട് വലിച്ചേക്കാം. അപ്പൊ അങ്ങനെ പുതിയ മോഡൽ നെക്ലസുകള് ഡയമണ്ടിന്റെ സെക്ഷനൊക്കെ കണ്ടില്ലേ? ഇനി പിന്നെ ഇവിടെ അങ്ങോട്ട് ഇവിടെ സെറ്റുകൾ നിരത്തിയിട്ടുണ്ട്, പുതിയ പുതിയ സെറ്റുകൾ. കണ്ണിനെ എന്താ പറയാ മഞ്ഞളിപ്പിക്കുന്ന നമ്മുടെ കണ്ണുകളെ ഇത് ഓരോരോ സെറ്റുകളാണ് കേട്ടാ. പിന്നെ ഇപ്പൊ ഞങ്ങളാ ഇവിടുത്തെ സെയിൽസ്മാൻമാര് ഇവിടെ വളകള്, ഇവിടെ ഇത് കണ്ടതാ മറ്റേ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇതൊക്കെ നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് മുന്നത്തെ വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അന്നത്തെ മാലകളല്ല കേട്ടോ, ഇപ്പൊ മോഡലുകളൊക്കെ ഇങ്ങനെ മാറി മാറി വരും. പുതിയ മോഡലുകൾ നേരത്തെ 10 പോയിന്റ് എങ്ങനെ കഴുത്തിൽ വെച്ചിട്ടുള്ളത് അത് ഇതായിരുന്നു. പിന്നെ കട നമ്മള് മുൻപ് കാണിച്ചിട്ടുള്ളതാണ്. ഇത് ചെയ്യാൻ പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ പറയാൻ പറ്റുക, നമുക്ക് കൂടുതൽ പറയാൻ പറ്റുന്നില്ലേ. പിന്നെ വിവാഹ വാർഷികമായിട്ട് നമ്മള് ഈ SRK ഗോൾഡ് കാണിക്കാൻ കൊണ്ടുപോകുന്നില്ല, അതിന് വലിയ കാര്യമില്ല. ഇങ്ങനത്തെ ചെറിയ മാല വാങ്ങിച്ചതാ. ആ മാല മാറ്റിക്കുക. സരിതര ചെയ്യാൻ പൊട്ടിയതുണ്ട്, ഇത് ഞാൻ എടുത്ത് കാണിച്ചു തന്നതല്ലേ. ഇത് കൊണ്ട് ഇത് മാറ്റാന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് പിന്നെ മാറ്റാം, അത് എടുത്തേക്കെന്ന് പറഞ്ഞു. ഇപ്പൊ മൂക്കുത്തിന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് പോവാണ്. പോണതിന് മുമ്പ് സരിതര അഭീഷ്ടപ്രകാരം ഒരു ഡയമണ്ട് നെക്ലസ് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുകയാണ്. കണ്ട ഒരു കനം കുറഞ്ഞ വളരെ ഇവനും ഒരു ഗുണ്ടാന്ന് പറഞ്ഞ പോലെ പേരിന് ഇതും ഒരു ഡയമണ്ട് നെക്ലസ്. നമുക്ക് 80 ലക്ഷം രൂപ വരെ ഡയമണ്ട് നെക്ലസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം 26,000 ചില്ലറ രൂപ വരെ നമ്മള് 3 ലക്ഷം 3.5 ലക്ഷം 4 ലക്ഷം 2 ലക്ഷം രൂപ വരെയൊക്കെ വെച്ചു കഴുത്തിൽ വെച്ചിട്ട് അവസാനം 26,000 രൂപയുടെ ചേട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്നു. ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ, വാങ്ങിച്ചിരുന്നു. അപ്പൊ ഇതാണ് നമ്മൾ വാങ്ങിച്ചു കേട്ടോ. അപ്പൊ മൂക്കുത്തി 21ാം വിവാഹ വാർഷികത്തിൽ 26,000 രൂപ വരെ നെക്ലസ് വാങ്ങിച്ചു. പിന്നെ നമുക്കിത് നാളിട്ടിട്ട് അമ്പലത്തിൽ പോവാം. ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കടയാണ് നമ്മുടെ SRK ഗോൾഡ് കേട്ടോ. ഇത് തൃശ്ശൂർ ജൂബിലിയുടെ അവിടെ നിന്ന് മണ്ണുത്തിക്ക് പോണ വഴിയിൽ കാളത്തോട് എന്ന് പറഞ്ഞ സെൻറ്ററിൽ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിൻ്റെ തൊട്ട് മുന്നിലുള്ള കടയാണ് SRK ഗോൾഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കടയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അജൂസ് വേൾഡിൽ നിന്നാണ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഡിസ്കൗണ്ട് തരും കേട്ടോ. നല്ല ഡിസ്കൗണ്ട് കൊടുക്കില്ലേ? സ്വന്തം കടയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. SRK ഗോൾഡ് നമ്മുടെ സ്വന്തം സത്യേട്ടൻ്റെ കട. അപ്പൊ എല്ലാവരും അക്ഷയ തൃതീയക്കൊക്കെ പ്രത്യേക ഓഫറുകളുണ്ട് അല്ലേ? സ്വർണത്തിന് ഭയങ്കര വിലയാണ്, പക്ഷെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഭയങ്കരമായിട്ട് കൂടുന്ന പറയണേ. അപ്പൊ വാങ്ങി വെക്കുകയാണെങ്കിൽ അസറ്റാണ്. 2030 1,60,000 രൂപ വരെ എത്തുന്നതാണ് ഞാൻ ഇന്നലെ പേപ്പറിലാണ് കണ്ടത്. സ്വർണത്തിന് 1,60,000 ഒരു പവന് എത്തുന്നു 2030. വാങ്ങിച്ചോ? അല്ല, അങ്ങനത്തെ ഒരു വാർത്ത ഞാൻ കേട്ടൂല കണ്ടു. അതായത് 3 ഇരട്ടി വില വരുന്നു. അപ്പോ കല്യാണ സീസൺ ആണ്, സ്വർണ്ണം എടുക്കണവർക്കൊക്കെ വരാം. നല്ല പ്യുവർ ഗോൾഡ് 916. നമുക്ക് ഇവിടെ തന്നെ അതിന്റെ മെഷീനൊക്കെ ഉണ്ട്, അതിൽ തന്നെ വെച്ച് നോക്കി 916 തന്നെയാണെന്ന് ഉറപ്പ് വരുത്തി വാങ്ങിക്കാം. 916 മാത്രമല്ല, അല്ല 18 ക്യാരറ്റും ഉണ്ട് കേട്ടാ. ഡയമണ്ടിന്റെ 18 ക്യാരറ്റ് ആണ്. ഡയമണ്ടിന് 18 ക്യാരറ്റ് ആണ് വെക്കുക. അപ്പൊ അങ്ങനെ വെഡിങ് ആനിവേഴ്സറിക്ക് സരിതയ്ക്ക് സന്തോഷമായില്ലേ? അപ്പൊ വീണ്ടും പറയണേ, അപ്പൊ സരിതയ്ക്ക് വളരെ സന്തോഷമായില്ലേ? അപ്പൊ ഞങ്ങൾ പോവാണ് കേട്ടാ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. നമസ്കാരം. അങ്ങനെ 2003 മെയ് 4-ാം തീയതി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 21 കൊല്ലമായി ഇന്നത്തേക്ക്. അപ്പോൾ ആ ദിവസം കാലത്ത് ഈ സമയത്ത് എന്തായിരുന്നു? ഇവിടെ എല്ലാവരും കാലത്ത് ഇപ്പോൾ സമയം 8 മണി 10:30 10 മുതൽ 11 വരെയാണ് മുഹൂർത്തം. ഈ സമയത്ത് അവിടെ കല്യാണ പന്തലുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ മുന്നിൽ. അതിൽ എല്ലാവരും ലെക്ചറടിച്ച് കൂട്ടുകാരന്മാരെല്ലാവരും ഒക്കെ വർത്താനം പറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 8:30 കുളിക്കാൻ ഇതിനൊക്കെ പോയത്. അപ്പോൾ വിവാഹ വാർഷികത്തിന് അധികം സമ്മാനങ്ങളൊന്നും നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഉണ്ടായിരുന്നു. പിന്നെ ഒരു മറ്റേ നൂല് പോലത്തെ ഇങ്ങനത്തെ മാലേമ ഒരു ലോക്കറ്റായിട്ട് അത് തന്നെ ഉണ്ടായിട്ടുള്ളൂ.
സരിതയ്ക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സരിത അന്നത്തേക്കാളും എത്ര കിലോ കൂടി? 10 കിലോ കൂടി കൃത്യം. 42 കിലോ ആയിരുന്നു, ഇപ്പൊ 52 കിലോ. അപ്പോൾ അത് ഞങ്ങളുടെ അമ്പലത്തിൽ അന്ന് ആ സമയത്ത് എന്തിട്ടാ ബ്യൂട്ടീഷ്യൻ വന്നു വീട്ടില്. ഈ സമയത്ത് വന്നിണ്ടാവും, 8 മണിയായില്ലേ. മേക്കപ്പ് ചെയ്ത് തുടങ്ങണ്ട, തുറക്കേണ്ടത് ഇതൊക്കെയാ വയ്യ അന്നത്തെ മേക്കപ്പ്. അപ്പോൾ സരിതയ്ക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഞങ്ങളുടെ അമ്പലത്തിൽ പോകാൻ പോവാണ്. ഇതിൻ്റെ അടുത്ത് സരിത, ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.25 ഗ്രാമാണ് കേട്ടോ തൂക്കം, ടോട്ടൽ തൂക്കം 3.25 ഗ്രാമല്ലേ. പ്രത്യേകത എന്ന് പറയുന്നത് ആ പെൻഡന്റ് ഡയമണ്ട് ആണ്. അപ്പോൾ ഇതിട്ട് കൊടുക്കട്ടെ കേട്ടാ. മുടി നീക്കല് പിന്നെ നീക്കാം. ഇതേ നട്ടു. ശരിയാ, ലോക്കറ്റ് കറക്റ്റ് ആയിട്ട് എടുക്കണ്ട. ആ നല്ല ഭംഗിയുണ്ട്. കഴുത്തുള്ള ഡ്രസ്സ് ആകുമ്പോഴാണ്. എൻ്റെ ഒരുമാതിരി ഡ്രസ്സൊക്കെ കോളറുള്ളത്, അതുകൊണ്ട് കാണില്ല. അപ്പം ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത് തിരുത്തൂർ അമ്പലമുണ്ട്. അമ്പലത്തിലേക്ക് പോകാൻ അപ്പോൾ ഇന്നത്തെ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് ഇവർക്ക് മസാല ദോശ, ഭവാൻ ഹോട്ടലിൽ പോയിട്ട് മസാല ദോശ വാങ്ങിച്ചു കൊടുക്കാമെന്നാണ് നമ്മുടെ ഓഫർ. പിന്നെ വലിയ പരിപാടികളൊന്നുമില്ല കേട്ടാ ഞങ്ങൾക്ക്. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അതിലാണ് ഞങ്ങളുടെ സന്തോഷം. വലിയ വലിയ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറുമില്ല. അതൊന്നും നടന്നില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ, ഓരോരുത്തർ അങ്ങനെ ചെയ്യണ്ടല്ലോ ഇങ്ങനെ ചെയ്യണ്ടല്ലോ, നമ്മൾ ഇത്രയല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് വിഷമിക്കാറുമില്ല. ഇങ്ങനെയെങ്കിലും നമുക്ക് പറ്റണ്ടല്ലോ, അങ്ങനെ നമുക്ക് സന്തോഷിച്ചുകൂടെ. അപ്പോൾ നമുക്ക് ഇവിടെ തിരുത്തൂർ അമ്പലത്തിലേക്ക് പോകട്ടെ. അപ്പം നമ്മൾ അമ്പലത്തിൽ തൊഴിൽ കഴിഞ്ഞ് ഉള്ളിൽ നടടച്ചു. ഇവിടെ നീരാഞ്ജനം എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കഴിക്കും 3 പേര്. ഞങ്ങൾ മാസത്തിലൊരു ദിവസം ഇവിടെ വന്നിട്ട് ചെയ്യാറുണ്ട്. നമ്മൾ കുഞ്ഞിതായിരിക്കുന്ന ടൈമിൽ അച്ഛൻ്റെ അമ്മേരെയും ഒപ്പം ഒരു 3-4 വയസ്സുള്ളപ്പോഴേക്കിനും ഓർമ്മ ഈ അമ്പലത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ വന്നല്ലേ, പിന്നെ അതാണ് ആദ്യത്തെ ഓർമ്മ. പിന്നത്തെ ഓർമ്മകൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. നിനക്ക് ഇവിടെ ഇതൊരു പഴയ ആലെന്നല്ല, ഭയങ്കര പഴക്കം ചെന്ന പ്രായം 4 ഒരു ടൈമിൽ ഇതിന് കുറേ സ്ഥലങ്ങൾ ദ്രവിച്ചു, എന്നിട്ട് കുറേ വെട്ടി, കണ്ട സൈഡിലൊക്കെ വെട്ടി. എന്നാലും ആള് അങ്ങനെ തന്നെ പൂർവാധികം 100-200 കൊല്ലം പഴക്കമുണ്ടാവുന്നതുകൊണ്ട് ഈ ആലിന്. പിന്നെ ഇവിടെ പ്രതിഷ്ഠ ദിനത്തിൻ്റെ അന്ന് സദ്യ ഉണ്ടാവും, അടിപൊളി സദ്യയാണ്, നല്ല സദ്യയാണ് ഇവിടുത്തെ. ഇവിടെ നിറയെ പന്തലൊക്കെ കെട്ടിയിട്ട് നിറയെ ആളുകൾ വരും പ്രതിഷ്ഠാനത്തിനകത്ത്. ഇവരൊക്കെ ഈ നിതിനൊക്കെ ഷൂട്ടിങ് പഠിച്ചതേ, നിതിനൊക്കെ പഠിച്ചത് ഇവിടെ ചേതനില്ലേ നമ്മുടെ അവിടെയാണ് പഠിച്ചത്. അപ്പോൾ ഇവർ ഉച്ചയ്ക്ക് ചോറിനാൻ ഇവിടേക്കൊക്കെ വന്നിട്ടുള്ള ഓർമ്മകളുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ അമ്പലത്തിൽ 2 കുളങ്ങളുണ്ട്. അപ്പോൾ ഈ കുളത്തിൻ്റെ ഇതിവിടെ ഒരു കുളമുണ്ട് കേട്ടോ. ഈ കുളത്തിൻ്റെ കരയിൽ ഇവിടെ ഒരു വിശേഷപ്പെട്ട ഒരു മരമുണ്ട്. ഇത് ഇപ്പോഴാണ് നമ്മൾ ഈ അടുത്താണ് കാണുന്നത്, ദന്തപ്പാല എന്ന് പറഞ്ഞിട്ടുള്ളത്. കാണുന്നത് ദന്തപ്പാല, നമ്മുടെ സോറിയാസിൻ്റെ എണ്ണ ഉണ്ടാക്കണ ഇല കിട്ടുന്ന മരമാണിത്. കണ്ട ഇതിൽ ദന്തപ്പാലയുടെ ഇലയാണ് ഈ കാണുന്നത്. ഞാൻ വേണമെങ്കിൽ പൊട്ടിച്ച് കാണിച്ചു തരാം. പിന്നെ ഇതണ്ട ദന്തപ്പാലയുടെ ഇല കണ്ട, ഇതിൽ നിന്നൊരു പശ ഊറി വരുന്നുണ്ട. ഈ പശയാണ് വെളിച്ചെണ്ണയിൽ ചേർത്തിട്ട് വെയിൽ ഒളിപ്പിച്ച് ഈ എണ്ണ തേക്കുക. അപ്പം നമ്മുടെ ആലപ്പുഴയ്ക്കുള്ള അന്ന് വന്നിട്ട് ഇവിടെ വീട്ടിൽ ആളുടെ 90% സോറിയാസിസ് നമ്മൾ കൊടുത്ത എണ്ണ കൊണ്ട് മാറി എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ അവസ്ഥ. ആള് ഭയങ്കര സന്തോഷത്തിൽ, ആൾക്ക് പറയാൻ പറ്റണില്ല സന്തോഷം കൊണ്ട്. ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു, എണ്ണ അന്ന് വന്ന് കൊണ്ടുപോയി ആ സഹോദരൻ. അപ്പൊ ഈ കുളം ഇതൊരു കുളമാണ് കേട്ടോ, ആറാട്ടിനുള്ളത്. ഇങ്ങനെ അവര് മാത്രം ഇറങ്ങുള്ളൂ അല്ലേ, പൂജാരി. ഇതിൽ വെള്ളം പറ്റി തുടങ്ങി. അപ്പൊ ഇതിലാണ് നിറച്ച്. കുളത്തിന്റെ കരയില് ഒരു ഇത് കണ്ടിട്ടുണ്ടാവും പണ്ട് കാലത്തുള്ളത്. അമ്മ വെളുത്തത്, മോള് കറുത്തത്, മോളുടെ മോള്, അങ്ങനെ ഒരു ചൊല്ലി പറയുന്ന പൂവാണിത്. കണ്ട വഴിക്ക് പോവും ചേട്ടാ, വഴിക്ക് പോവും. ഞാൻ ആ പൂവൊന്ന് പൊട്ടിച്ചൊന്ന് കാണിച്ചു തരാൻ വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. മോള് വെള്ളത്തില്, അച്ഛൻ വെള്ളത്തില്. അമ്മേരെ മോള് അതിസുന്ദരി. ഒരു പൂ പൊട്ടിക്കില്ലേ? അയ്യോ അയ്യോ, അങ്ങോട്ട് വഴിക്ക് പോ. അയ്യോ കൊഴിയ. ദൈവം, എനിക്ക് പേടിയാണ്. അല്ല, അത് കാണിച്ചു കൊടുക്കണ്ടേ. ഈ പൂവിനെയാണ് പറയുക. ഇത് പണ്ട് കാലത്ത് അപ്പം അതിസുന്ദരി എന്നാണ് പറയുക. അതുകൊണ്ട് ഇതാണ് ആ പൂവ്.
കയറി 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 കടാ നോക്കിയേ ഇതാന്നുകൊണ്ട് മോളുടെ മോളെന്നുണ്ട് ഇവിടെ ഈ സാധനം മോളുടെ മോള് എന്ന് പറഞ്ഞാൽ മോളുടെ മോള് അതിസുന്ദരി. അമ്മ കറുത്തത് മോള് വെളുത്തത് മോളുടെ മോള് അതിസുന്ദരി എന്ന് പറയുന്നത്. ഇതിന് എന്തൊരു ഭംഗി കാണാന്നറിയോ? അമ്മ കറുത്തത് അങ്ങനെ എന്തോണ്ടേ അത് അമ്മ ഇതിന്റെ അടിയിൽ വേറെ പൂ ഉണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ അലേനെയോ ഉദ്ദേശിക്കുന്നത് മോള് എന്ന് പറയണത് അതിനായിരിക്കും. അപ്പൊ അങ്ങനെ പറയും. പിന്നെ ഇത് മറച്ച കൊണ്ടതല്ലേ, ഇതാണ് വലിയ കുളം. ഇതിന്റെ അപ്പുറത്തെ കുളത്തിന്റെ അങ്ങോട്ട് പോവാട്ടെ. നമ്മള് ഈ കുളത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് സരിത മുൻപ് പറഞ്ഞിട്ടില്ല എന്നുണ്ടല്ലേ. ഇവിടെ അമ്പലക്കുളത്തിലേക്ക് മെയിൻ കുളത്തിലേക്ക് വലിയ കുളത്തിലേക്ക് ഞാൻ നീന്തൽ പഠിച്ച കുളത്തിലേക്കുള്ള ചവിട്ടുപടി ഉണ്ട്. ഇതൊക്കെ പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഭംഗി ഇവിടെ വരെ വെള്ളം നിറയില്ല. ഇതാണ് ഈ അമ്പലക്കുളം. ഇപ്പോൾ ചെറുപ്പകാലത്ത് ശബരിമലയിലേക്ക് പോകുമ്പോൾ കുഞ്ഞിതായിരിക്കുമ്പോൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ ഈ പാടത്തോടെ ഞങ്ങളുടെ ചേട്ടനനിമാരൊക്കെ എല്ലാവരും കൂടിയിട്ട് ഇതൊരു പാടമാണ്. ഇപ്പോൾ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കുളത്തിന് ഇതൊന്നും ഇല്ലേ സരിത, ഈ ഇതൊന്നും കെട്ടിയിട്ടില്ല. വെറുതെ ഒരു പാടത്തൊരു കുളം. അപ്പോൾ ഈ ചണ്ടി നീക്കിയിട്ടാണ് കുളിക്കുക. ഈ കുളത്തിൻ്റെ ഏറ്റവും വലിയ അപകടകരമായ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ചേറാണ്. സ്കൂൾ പൂട്ടലിന് കുട്ടികൾ 2 പേരാണ്ട് വന്നിട്ട് അറിയാത്ത കുട്ടികൾ വന്നിട്ട് ആ മതിലും വന്ന് ഇങ്ങനെ ചാടി ശരിക്ക് ചേർത്ത് താന്നു പോയി 2 കുട്ടികൾ. പൊങ്ങാൻ പറ്റിയില്ല. മീൻ കെടുക്കണ അപ്പൊ ഞാന് എങ്ങനെ അല്ലല്ല ഇവിടെ വരെ ഈ ചവിട്ടുപടി ഉണ്ട്. അവിടെ വരെ ചവിട്ടുപടി അവിടെ വരെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ പിന്നെ കണ്ട സ്റ്റെപ്പ് പിന്നെ താഴ്ചയാ. അപ്പൊ പിന്നെ വേറെ എവിടെയും കൂടെ ഒരു പാറയില്ലേ, അത് അവിടെ അങ്ങോട്ട് സെൻട്രൽ അങ്ങോട്ട് മുക്കാല് നീങ്ങിട്ട് അവിടേക്കാണ് എന്നെ ഇത് പിടിച്ചേ. എന്താ പോവാണോ നീന്തി? അല്ല ഞാൻ പറയണേ, അതായത് എനിക്ക് നീന്തൽ അറിയില്ലായിരുന്നു. അപ്പൊ ഞാനിത് ഇവിടെ വന്നിരിക്കും. ഇതിവിടെ വരെ വെള്ളം ഉണ്ടാവട്ടെ, വർഷകാലത്ത് ഇത്രയ്ക്ക് വരെ വെള്ളം ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യമായിട്ടിരിക്കും. എന്നിട്ടിപ്പോൾ അത് കാര നനയ്ക്കും. പിന്നെ അങ്ങനെ മെല്ലെ മെല്ലെ ആക്കി. അങ്ങനെ ഒരു ദിവസം മാധവേട്ടൻ ഇവിടെ കുട്ടികൾ നീന്തൽ പഠിപ്പിക്കുന്ന ആളുണ്ടായിരുന്നു. ആളെന്നെ വലിച്ചഴിച്ച് നിറയെ വെള്ളമാണ് കേട്ടോ. പേടിയോ നമുക്ക് വെള്ളം. ഈ നീന്തലറിയാത്ത ആൾക്ക് വെള്ളം പേടിയാണല്ലോ. ഇവിടെ നിന്ന് തന്നെയാണ് അവിടേക്ക് കൊണ്ടുപോയിട്ട് ആ പാറ മോണെന്ന് ഇരുത്തിയിട്ട് പറഞ്ഞു, നീ അവിടെ നിന്ന് നീന്തി വരാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ നീന്തി ഒരു ചുക്കറിയത്ത് നമ്മൾ. അങ്ങനെയാണ് എൻ്റെ നീന്തൽ പഠിക്കലിൻ്റെ ആദ്യത്തത്. മാധവേട്ടനാണ് നമ്മുടെ ഗുരു. അങ്ങനെ ആ സമയങ്ങളിൽ പിള്ളേരെ ഇന്നും വന്ന് നീന്തൽ പഠിപ്പിച്ചു തുടങ്ങി കുളത്തിലല്ലേ കുറെ പിള്ളേരെ. പിന്നെ ഈ കുളത്തിന്റെ ഇതൊക്കെ ഭംഗിയാക്കിട്ടാ നോക്കിയാ. ഇവിടെ നോക്കിയ സാർ എള്ള് ഇങ്ങോട്ട് എള്ള് കണ്ട, ഇതാണ് എള്ള്. ജഗ്ഗു വഴിക്ക് വീഴൂട്ടാ. ഇത് എള്ള് ഇവിടെ എനിക്ക് തോന്നതേ കണ്ട ഈ കർമ്മങ്ങളൊക്കെ നടത്തിയിട്ടില്ലേ, ചേട്ടാ ഇവിടെ മറ്റേ ശിവന്റെ അമ്പലല്ലേ, അപ്പൊ മറ്റേ ബലിയിടാനൊക്കെ വരില്ലേ, ഇവിടെ ഇടുമ്പോ അങ്ങനെ മുളയ്ക്കണതായിരിക്കും. നിറയെ എള്ള്. എള്ളിന്റെ വെള്ളയല്ല അത് കറുത്തതായിട്ട് മാറൂട്ടാ മൂക്കുമ്പോ. എന്റെ എള്ള് ബെസ്റ്റാണ്, പച്ച എള്ള്. പിന്നെ ഇവിടെ ഷീറ്റ് അന്ന് ഷീറ്റ് ഗേറ്റൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അമ്മേനി മോളെ ആവശ്യമുണ്ടോ? ഇനി അമ്മേനി മോളെയും ഒരു മണമൊന്നുമില്ല ഇതിന്. മുസാണ്ടാര പോലെ അല്ലേ? കാല് കഴുകിട്ട് ഇതിന് നമുക്ക് അറിയേണ്ട ഒരു പാഠം എന്താ വെച്ചാൽ നമ്മൾ അറിയാത്ത കുളങ്ങളിലോ അല്ലെങ്കിൽ പുഴകളിലോ നമ്മൾ നേരെ ചെന്ന് ചാടരുത്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നില്ല അതിന്റെ അടിയിൽ ആവേശത്തിലേ പോയിട്ട് ചാടരുത്. നീന്തൽ അറിയുന്ന പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല. ചില പുഴകൾക്ക് മുകളിൽ ശാന്തമായിരിക്കും, അടിയിൽ ഭയങ്കര ഒഴുക്കുണ്ടാവും. നമ്മുടെ പുത്തൂര് പുഴയ്ക്ക് കുറെ അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന അമ്പലമാണ് കേട്ടത്, ഞങ്ങളുടെ ശിവന്റെ ക്ഷേത്രം. ഇവിടെ നമ്മൾ ഷോർട്ട് ഫിലിമൊക്കെ എടുത്തിട്ടുണ്ട്. അതന്നെ അരിക്കഥ. അപ്പോൾ നമ്മള് അമ്പലത്തിൽ നിന്ന് ശ്രീ ഭവാൻ ഹോട്ടലിലേക്ക് വന്നു. വണ്ടി പാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ സിനിമ തിയേറ്റർ, കൊല്ലൂർ ഡേവിസ് മൂവീസ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററാണിത്. ഊട്ടിയെടുക്കാണ്. പണ്ടത്തെ ഞങ്ങളുടെ അവിടുത്തെ സ്റ്റാർ തിയേറ്റർ ആയിരുന്നത്. പിന്നിലാവ് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ഇവിടുത്തെ ഫസ്റ്റ് സിനിമ. പിന്നിലാവ് ഗംഭീരമായ സിനിമ തിയേറ്ററാണ്, ഭയങ്കര സൗകര്യമാണ്. 1982, 83 ഉണ്ട്. ഇനിയും ഭവാനിലേക്ക് പോവാം. ഇവിടെ വിറക് പൊളിക്കുന്നുണ്ട്, വിറക് പൊളിക്കുന്ന യന്ത്രം. ഹോട്ടലിലേക്കുള്ള വിറക് പൊളിക്കുന്നതാ. വിറകടുപ്പ് വേണ്ട. മസാല ദോശ വന്നു. മസാല ദോശ നല്ല ചൂട്, നല്ല മൊരിഞ്ഞ മസാല ദോശ.
കാപ്പി കുടിക്കുന്നു ഞങ്ങൾ. ചേട്ടൻ കുടിക്കില്ല. ഞാൻ കാപ്പി വാങ്ങിച്ചിട്ടില്ല, എനിക്കില്ല. അപ്പൊ ഞാനെന്താ ചെയ്യാൻ ഒരു പൊട്ട് കുടിക്കാം. മതി. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ജഗ്ഗുവിൻ്റെ നാടക ക്യാമ്പ് ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് ജഗ്ഗു അഭിനയിക്കുന്ന 2 നാടകങ്ങൾ അരങ്ങേറുകയാണ് തൃശ്ശൂർ സംഗീത നാടക അക്കാദമിയിലെ നാട്യഗൃഹത്തിൽ. മസാല ദോശ കഴിച്ചു, ഇനി വീട്ടിലേക്ക്.